ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കുക്കറി ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഡിഷ് ഒരു ബീഫ് ഫ്രൈ ആണ്. ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞു തന്ന ഞങ്ങൾ വീട്ടിൽ മിക്കവാറും ചെയ്യുന്നൊരു ഡിഷാണ്. അപ്പം അതെന്നൊക്കെയാണ് വേണ്ടതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ബീഫ് നമുക്കൊരു 75% വേവിൽ എടുക്കണം. അപ്പം അത് ഒരു കുക്കർ എടുത്ത് 1/2 കിലോ ബീഫാണിത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. അത് നമുക്ക് കുക്കറിലോട്ട് എടുക്കാം. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതിടാം. ഇത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതുണ്ട്, ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചിയാണ്. ആ ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിൻ്റെ അകത്തോട്ടിടാം. ഇത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇനി കറിവേപ്പില ഞാൻ ഒരു 2 തണ്ടാണ് ഇടുന്നത്. ബാക്കി നമുക്ക് ലാസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പം 2 തണ്ട് കറിവേപ്പില. ഇനി ഉപ്പ് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ വേണ്ട, ഇത്ര ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് സവാള ഇടുന്നില്ല, ഉള്ളി ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു 1/2 ഗ്ലാസ് വെള്ളമുണ്ട്, അതുകൂടെ നമുക്ക് ഇച്ചിരിച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ഇത് 1/2 കിലോയേ ഉള്ളൂ ബീഫ്. അപ്പം ഓൾറെഡി ഈ ഇറച്ചിക്കകത്ത് തന്നെ ഉണ്ടാവും കുറച്ച് വെള്ളം. അപ്പോൾ ഒത്തിരി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഇത് ഫ്രൈ ആകുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം വന്നാലും ശരിയാകത്തില്ല. അപ്പം നമുക്ക് ഒരു കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തേക്കാം, മതിയാവും. ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് അടുപ്പേ വെച്ച് ഒരു 75% വേവിലെടുക്കണം. കുക്കർ അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച അത്രയും വേവായിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കിയപ്പം കൃത്യം വേവാണ്. ഇനി നമുക്കിതൊരു പാൻ വെച്ച് ഈ വെള്ളം പറ്റി വരണം. അപ്പോൾ ഈ പാനിലോട്ട് ഇതിടാം. പാൻ അടുപ്പേ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം പറ്റി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ബാക്കി ചെയ്യേണ്ടത്. അപ്പം ഈ ഇറച്ചിയും കൃത്യം വേവിലോട്ട് വരും. ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന ഓരോന്ന്. ഇതുവരെയും നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഗരം മസാലപ്പൊടി ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് തൂളി കൊടുക്കണം. ഇനി ഒന്ന് നന്നായിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഈ ബീഫിലെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം മസാലയെല്ലാം നന്നായിട്ട് ഈ ബീഫെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുവരെ എണ്ണ ഞാൻ ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിന് കുറച്ച് എണ്ണ മതി. ഇത് ഒന്ന് നന്നായിട്ടാകട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ കണ്ടോ, നല്ല വെള്ളമെല്ലാം പറ്റി. ഈ ഇട്ട ഗരം മസാലപ്പൊടിയും ആ കുരുമുളക് പൊടിയും എല്ലാം നന്നായിട്ട് ബീഫിലൊന്ന് പിടിച്ചു. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു ടീസ്പൂൺ എണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ ഒഴിച്ചു. ഇനി എണ്ണയ്ക്കകത്തൊന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എല്ലാത്തിലൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എണ്ണ, മൊത്തം 2 ടീസ്പൂൺ എണ്ണ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ സൂപ്പർ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. കറിവേപ്പിലയും എണ്ണയെല്ലാം കൂടി ചെന്നപ്പോഴത്തേക്കും നല്ലൊരു ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 2 ടീസ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. സവോള ഉള്ളിയൊന്നുമില്ല. നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ അമർത്തുമ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.